നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് യെസ് ഓർ നോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ട് ഒരു ചോദ്യമേ ഉള്ളൂ, യെസ് ഓർ നോ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് റീഡിംഗ് എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണൽ റീഡിങ്ങിൽ ഞാൻ യെസ് ഓർ നോ എടുക്കാറില്ല. കാരണം യെസ് ഓർ നോ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഈ വ്യക്തി എന്നെ അൺബ്ലോക്ക് ചെയ്യുമോ? യെസ്, അൺബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇന്ന് അൺബ്ലോക്ക് ചെയ്തു, 2 ദിവസം കഴിഞ്ഞ് ഈ വ്യക്തി പിന്നെയും ബ്ലോക്ക് ചെയ്തു. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ശരിക്കുമുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. ഈ വ്യക്തി ബ്ലോക്ക് ചെയ്യുന്നു, പിന്നീട് അൺബ്ലോക്ക് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, അൺബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? അല്ലെ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ റീഡിംഗ് എടുക്കാത്തത്. ഞാൻ എപ്പോഴും റീഡിംഗ് എടുക്കുമ്പോൾ ഓറക്കൽ മെസ്സേജ് നോക്കും, പിന്നെ നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താന്ന് നോക്കും. ആ എനർജിയിൽ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തി ബ്ലോക്ക് ചെയ്താലും അൺബ്ലോക്ക് ചെയ്താലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താകുമെന്ന്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇത് എടുക്കുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്, മൂന്നാമത് നിങ്ങൾ ഈ വ്യക്തി അൺബ്ലോക്ക് ചെയ്യുമോ? അപ്പോൾ യെസ് ഓർ നോ വന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. ആ കാർഡിൽ നിന്ന് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും. മനസ്സിലായോ? അവസാനം നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന യെസ് ഓർ നോ ആൻസറിൽ നിന്ന് ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് തരുന്നത്, അതും കൂടെ പറഞ്ഞു തരും. അപ്പോഴേ ഒരു റീഡിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാതെ യെസ് ഓർ നോ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് പൈസ കിട്ടും, നിങ്ങൾക്ക് പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. എന്നാലും അപ്പൊ ഇത്രയും പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇവിടെ ജനറൽ റീഡിങ്ങിൽ ഞാൻ ഈ ഒരു യെസ് ഓർ നോ ആണ് ചോദിക്കാൻ പോകുന്നത്. പലരും എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള യെസ് ഓർ നോ ആൻസർ ആണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ചോദ്യം, നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഈ വ്യക്തി 30 ഏപ്രിൽ 2026 മുമ്പ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമോ? ഇവിടെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ വ്യക്തി ചിലപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സോഡിയാക് സൈനിലുള്ള ആളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ മാനേജറോ നിങ്ങളുടെ ബോസോ നിങ്ങളുടെ എംപ്ലോയറോ അങ്ങനെ എന്തോ നിങ്ങളുടെ കമ്പനി തന്നെ ഉയർന്ന നിലയിലിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളുടെ കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കാം. നല്ല ധനമുള്ള ഒരു വ്യക്തിയാണിത്. സ്ത്രീയാവാം, പുരുഷനാവാം. അതുപോലെ തന്നെ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. വളരെ സെക്യൂർ ആണ്, സ്റ്റേബിൾ ആണ്. പക്ഷേ നമ്മൾക്ക് ഈ വ്യക്തി ഒരു പിടി തരാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് ഈ വ്യക്തി ഒരു വിവാഹിതനോ വിവാഹിതയോ ആണെങ്കിൽ ഒരു ടൈം പാസ് ആയിരിക്കും ഇവര് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ എന്തായാലും അൺബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി ഏപ്രിൽ 30, 2026 നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. നോ കോൺടാക്ട് ആണ്.